കൊറേ കാലം കൂടിയിട്ട് ക്യാമറയും കൊത്തി പിടിച്ചോണ്ട് ഇപ്പൊ കാണുന്നേ. അതെ അതെ, ഇന്ന് എന്തായാലും ഞാൻ എന്റെ ബ്ലോഗ് തുടങ്ങി. ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ചമ്മലടിച്ച് ഞാൻ വന്നത്. ചമ്മലെല്ലാം പോയില്ലേ? ആ ചമ്മലൊക്കെ പോയി. അശിഷ ഒരു ഹായ് ഒക്കെ പറ. എന്നിട്ട് അശിഷയുടെ ഫോളോവേഴ്സിനോട് എന്റെ ചാനൽ ഫോളോ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തില് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എല്ലാം പരിചയക്കാരാ കണ്ടോ. കണ്ടിട്ടൊന്നുമില്ല. നീ ഏതാടി? ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. അപ്പം കുറച്ച് നേരം നമുക്ക് ഔട്ട് സൈഡ് പോകാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് വ്ളോഗ് മീൻസും ആകെ 2-3 വ്ളോഗേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാനത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആലോചിച്ചു ഡയറക്റ്റ് ചെയ്യാമെന്ന്. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ഓൾറെഡി. പക്ഷേ അനുവും മഞ്ജു ചേച്ചിയൊക്കെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു ധൈര്യമാണ്. പക്ഷേ ചമ്മി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു വ്ളോഗ് ചെയ്യാം, ഇങ്ങനെ തന്നെ വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഈ പറയുമ്പോൾ ഭയങ്കര മെനക്കേടാണ് സത്യം പറയാൻ. അപ്പം നമ്മളിപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഗെത്സമനിലാണ്. ഗെത്സമൻ അതായത് യേശുക്രിസ്തു ക്രൂശമരണത്തിന് പോകുന്നതിന് മുമ്പ് പോയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം ഉയർത്തുമെന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ അനു വരുമ്പോഴത്തേക്കും എൻ്റെ ബസ് പോയി. അനു വരുമ്പോൾ 3 മണിയാകും. അപ്പോൾ ആ 3 മണിക്കാണ് അവൾ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1:50 ആയിട്ടുണ്ട്. ചെറിയൊരു ഷോപ്പിങ്, അതായത് ഒരു മൈക്രോഫോൺ മേടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നില്ലായിരിക്കും അല്ലേ. പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരു മൈക്രോഫോൺ മേടിക്കണമെന്നുണ്ട്. അപ്പോൾ നേരത്തെ പോയി അതെല്ലാം മേടിച്ചൊക്കെ വെക്കാം. അവൾ വരുമ്പോഴത്തേക്ക് റെഡിയായിട്ട് നിൽക്കാം. ഓക്കെ, ബസ് സ്റ്റോപ്പിലോട്ട് നമുക്ക് പോവാം. ഭയങ്കര വെയിലാണ്. കറക്റ്റ് ഉച്ച സമയത്തല്ലേ നമ്മൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് ചൂട് തുടങ്ങി. ഇവിടെ നാട്ടിലിപ്പോൾ നല്ല മഴയാല്ലേ. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെ ബസ് നമ്പറാണ് കേട്ടോ. നമ്പർ നോക്കിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നമുക്ക് വരേണ്ട ബസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് 13ഉം 18ഉമാണ്. 18 ഓൾറെഡി വന്നിട്ട് പോയി. 13 പോയെന്നാണ് കാണിക്കുന്നത്. അതോ വരുമെന്നാണോ അറിയില്ല. എന്നായാലും നോക്കാം. നമ്മുടെ ബസ് വരുന്നുണ്ട് ഗൈസ്. 13 നമ്പർ ബസ്സാണ് നമ്മൾ പോകേണ്ടത്. വരുന്നുണ്ട്, വന്നു. നമ്മുടെ ബസ് കാർഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കാർഡ്. അപ്പോൾ ഇത് നമ്മൾ ആ മെഷീനിൽ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 1.5 മണിക്കൂർ ബസ് കാർഡ് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. പക്ഷേ നമുക്കിപ്പോൾ എന്തായാലും കൊണ്ടുവരുമ്പോൾ 4 മണിക്കൂർ എടുക്കുമ്പോൾ വരുമ്പോൾ വേറെ ചെയ്തേ പറ്റും.
കലാകാരിയാണ്. അഖില ഭയങ്കര വൈറലായിട്ടുള്ള വ്യക്തി റീൽസിലൊക്കെ അല്ലേ. നമുക്കിന്ന് ഗെറ്റ്സമൻ പോകാൻ പറ്റത്തില്ല, കാരണം ബോംബ് വീഴുമെന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ദിവസം പോകാം. Make me video, you put it on my YouTube? Yes. ഹലോ, നമ്മളിത് കണക്ട് ചെയ്തു. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. ഞാനൊരു സെൽഫി സ്റ്റിക്കും കൂടെ അങ്ങ് മേടിച്ചു. ഭയങ്കര പാടാണ്, കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെയൊക്കെ മലയാളികളൊക്കെ കാണും, ഒരു ചമ്മലാണ്, ആദ്യമായിട്ടല്ലേ. പിന്നെ ഗിംബല് തപ്പി മടുത്ത്, ഇവിടെ ഒന്നും ഇല്ല ഗിംബല്. പിന്നെ ഇപ്പം ആ കടയിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി വരുന്നവർക്ക് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ എന്തിനാന്ന് നോക്കും. ഇനിയിപ്പം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പം ചോദിക്കണം മേടിച്ചോണ്ട് വരുമോന്ന്. മേടിച്ചോണ്ട് ചേച്ചി ദിനു അനിന്ദ പിന്നെ ചന്ദ് കൊറേ കാലം കൂടിയിട്ട് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് ഇപ്പൊ കാണുന്നേ. അതെ അതെ, ഇന്ന് എന്തായാലും ഞാൻ എന്റെ ബ്ലോഗ് തുടങ്ങി. ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുഖത്ത് ഞാൻ ഭയങ്കര ചമ്മടിച്ച് വന്നത്. ചമ്മലെല്ലാം പോയില്ലേ? ആ ചമ്മലൊക്കെ പോയി. അശിച്ച ഒരു ഹായ് ഒക്കെ പറ. എന്നിട്ട് അശിച്ചയുടെ ഫോളോവേഴ്സിനോട് എന്റെ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് അങ്ങോട്ട് പോവാ. പറയടി, നീ അല്ലേ വ്ളോഗർ? ഞങ്ങൾ സൺഡേ ഞങ്ങൾ ഇറങ്ങിയേക്കോ. സൺഡേയില് വിൻഡോ ഷോപ്പിംഗ്, അതായത് നമ്മളൊന്നും മേടിക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ നോക്കി പോവുക. അതെ, വിൻഡോ ഷോപ്പിംഗ്. ഇപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാ അല്ലേ, കാപ്പി കുടിക്കാൻ. ചായ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ വരുന്നവരെ നമ്മളിങ്ങനെ അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ അക്ഷയ ഷോപ്പിംഗ് പച്ചക്കറി, അരി, അതെ അങ്ങനെയുള്ള സാധനങ്ങള്. നമ്മുടെ ജെറുസലേം വീതികള് ആ ബാക്ക് ക്യാമറ
my niece was in India. Okay, okay. In Kochi? Okay. ഈ അമ്മച്ചി ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ബീഫ് കഴിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചത്. മീറ്റ് കഴിക്കുമോന്ന് ഞങ്ങൾ പറഞ്ഞാൽ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം അലൗ ചെയ്തിട്ടുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിൽ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എല്ലാം പരിചയക്കാരാ കണ്ടോ. കണ്ടിട്ടൊന്നുമില്ല. നീ ഏതാടി?